ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് മസാല ദോശൻ്റെ റെസിപ്പിയാണ്. ഞാനിന്ന് മോർണിംഗിന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എളുപ്പത്തിൽ ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാത്ത കുറച്ച് പച്ചക്കറി വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയിട്ട് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പുറത്തെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടാകുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുങ്ങനെ അരിഞ്ഞെടുക്കണം. ഈ ഉള്ളിക്കകത്തുനിന്ന് വെന്ത് വരുന്നതാണ്, വേറെ കുക്കറിലൊന്നും വേവിക്കുന്നില്ല. അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും ഞങ്ങൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ട് ഒന്ന് തണിഞ്ഞിട്ടാകുമ്പോൾ തൊലി കളഞ്ഞ് ഉടച്ചെടുക്കുക. പിന്നെ അതേ ടൈം തന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാൻ വെച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ കുറച്ച് മുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വറ്റൽ മുളകൊന്നുമല്ല, പൊടിമുളകാണ്. അതിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അരക്കപ്പ് തേങ്ങ എടുക്കുക, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ താളിപ്പും കഴിഞ്ഞാൽ ചട്നി റെഡിയായി. ഇതേ ടൈം ഉള്ളി വന്നതിന് ശേഷം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒപ്പം തന്നെ ഇട്ട് കൊടുത്ത് മസാലക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ക്യാരറ്റ് വേവാൻ വേണ്ടിയിട്ട് പിന്നെ അടച്ച് വെച്ചതിന് ശേഷം ക്യാരറ്റ് ഒരു സോഫ്റ്റ് ആവില്ല, തുറന്നിട്ട് കുറച്ച് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഈ ക്യാരറ്റ് ഒന്ന് ഉടഞ്ഞു വരാനാണ്. അധികം ഉടയൊന്നും ചെയ്യണ്ട, കുറച്ചൊന്ന് ഉടഞ്ഞു വരാനാണ്. ഇതേ ടൈം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് വന്നതിന് ശേഷം പകുതി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതെന്തിനാണ് പകുതി ഇടുന്നതെന്ന് വിചാരിച്ചാൽ എന്നാലേ ഈ ഉരുളക്കിഴങ്ങിന് മസാലയൊക്കെ പിടിക്കും. ഒരുമിച്ചിട്ടാൽ ഉരുളക്കിഴങ്ങെല്ലാം ഒരുപോലെ ഇളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചില കിഴങ്ങിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ കടുക് എല്ലാം ഒന്ന് ഇതിന് ചേരാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പകുതി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഇളക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ പകുതി ഇട്ടിട്ടാണ് ചെയ്തെടുക്കൽ. പിന്നെ ചട്നിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചെടുക്കുക. താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളകും കറിവേപ്പിലയാണ് എടുത്തത്. അതൊന്ന് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഈ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ അരച്ച തേങ്ങ വെച്ചിട്ട് ചട്നി റെഡി. റെസ്റ്റോറൻറ്റിലൊക്കെ മസാല ദോശൻ്റെ കൂടെ സാമ്പാറും കിട്ടും, ചുവന്ന ചട്നിയും കിട്ടും. ഞാനിവിടെ സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചുവന്ന ചട്നിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. വറ്റൽമുളകൊന്നും ചൂടാക്കി ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുളക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ നല്ല കളറുള്ള ചുവന്ന ചട്നി കിട്ടും. അങ്ങനെ മസാല ദോശൻ്റെ മസാല റെഡിയായി. ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ സ്റ്റൗവിൽ വെക്കുമ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഓവർ ചൂടായിട്ട് ഒന്ന് ഈ പാനിന് പിടിക്കും. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ചുറ്റിക്കുന്ന ആ സ്പൂണില്ലേ, അതിനെ പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചധികം മാവ് ഒഴിച്ച് ഒരു 1.5 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് ചുറ്റിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന മസാല ദോശ കുറച്ച് തടിയുണ്ട്. എൻ്റെ മക്കൾ ഈ മസാല ദോശയൊക്കെ ആകുമ്പോൾ ഒരെണ്ണം കഴിക്കുള്ളൂ. അപ്പോൾ അവർ ഒരെണ്ണം കഴിച്ചാൽ അവരെ വയറ് ഫില്ലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തടിങ്ങനെ ചുട്ടെടുക്കുന്നത്. നിങ്ങൾ 1 സ്പൂൺ വെച്ചിട്ട് നേർങ്ങനെ ചുട്ടെടുത്താൽ മതി. ഞാനിതുപോലെ തടിങ്ങനെയാണ്, മക്കൾക്ക് ഒരെണ്ണം കഴിക്കുക. അപ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കുന്നതായിട്ട് നല്ല തടിയിലാണ് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മസാല ദോശ ചുറ്റിച്ചതിന് ശേഷം ഗീയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നാൽ ആ ഗീ ഒഴിച്ച ഭാഗമൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് വരും.
അങ്ങനെ ദോശയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഒരു സ്പൂണ് എത്രയാണോ മസാല വേണ്ടത് ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുക. അങ്ങനെ മസാല ദോശ ഫുള്ളും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ മക്കൾക്ക് സ്കൂളൊക്കെ കൊണ്ടുപോകാനുള്ള വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമതും പാനിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. പാനിൻ്റെ ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചുറ്റിക്കുന്ന ടൈം പാനിന് സ്പൂണിന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇതേ രീതിയിലൊന്ന് മസാല ഉണ്ടാക്കിയിട്ട് മസാല ദോശ ഉണ്ടാക്കി നോക്ക്. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റുള്ള മസാലയും ചട്നിയാണ്. ഒരുപാട് പച്ചക്കറിയൊന്നും മുറിച്ച് കഷ്ടപ്പെടേണ്ട. അതുപോലെ ഒരുപാട് ടൈമൊന്നും വേണ്ട. ഉള്ളിയും ക്യാരറ്റേ വേണ്ടു. അതുപോലെ പച്ചമുളകും. പിന്നെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചാൽ മസാല റെഡിയായി. ദോശയാണെങ്കിൽ മാവ് തലേന്ന് അരച്ച് വെച്ചാൽ രാവിലെ എണീച്ചാൽ എളുപ്പത്തിൽ മസാല ദോശ ഉണ്ടാക്കാം. അങ്ങനെ മസാല ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നേക്ക് വേണ്ട ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. മസാല ചേർക്കാത്ത തന്നെ ഈ ചട്നിയും കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചട്നിക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റ് അറിയിക്കുക. മസാല ദോശ എല്ലാத்தைയും ദോശയും ചട്നിയും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ഇനി എല്ലാവരും സ്കൂളിലും ഓഫീസിലെല്ലാം പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇതാണ് മക്കളെ അടിച്ചു വാരൽ, തുടക്കൽ, ക്ലീനിങ് പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്ക് ഉച്ചയാവും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.